വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നീത് വ്ളോഗ്സ്. ഇറ്റ്സ് മീ നീതു പ്രവീൺ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ കിട്ടുന്നുണ്ടോ? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് പിഗ്മെന്റേഷൻ ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു 4 സാധനം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അത്ര പണിയൊന്നും എടുക്കാതെ പെട്ടെന്ന് ഫേസ് ഒക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. നമ്മുടെ ചാനൽ കുറച്ചുപേര് പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. മാത്രമല്ല നമ്മുടെ വീഡിയോസ് ഒക്കെ ഇനിയും പുതിയതായിട്ട് കാണാറുണ്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ കോഫി പൗഡർ ആണ്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് കേട്ടോ ഞാനത് എടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഞാൻ നമ്മുടെ ഈ അരിപ്പൊടി ഇല്ലേ, ആ സാധനമാണ് എടുത്തിരിക്കുന്നത്. ഈ പുട്ടുപൊടിയല്ല കേട്ടോ, നമ്മൾ ഈ നൂൽപുട്ടിനൊക്കെ പൊട്ടിച്ചെടുക്കുന്ന ഒരു തരിതരിയായിട്ടുള്ള പൊടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഞാൻ ഹണി കൂടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണ് കോഫി പൗഡറും 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും പിന്നെ കുറച്ച് തേനും പിന്നെ അത് ഇത്രയും മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കേടാണ് കേട്ടോ. തൈര് കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും മിക്സ് ചെയ്യാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത് മുഴുവനും തൈരിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ തന്നെ എടുക്കാൻ നോക്കുക. അതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക കേട്ടോ. കുറച്ച് പാടാണ് മിക്സ് ചെയ്യാനായിട്ട്. ഈ കോഫി പൗഡർ കുറച്ച് നേരം ടൈം എടുക്കും അലിഞ്ഞു കിട്ടാനായിട്ട്. പക്ഷെ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ കുറച്ച് നേരം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കടലമാവ് എടുക്കാം കേട്ടോ. പിന്നെ ഈ തൈര് മിക്സ് ചെയ്യാനായിട്ട് തൈര് ഇല്ലാന്ന് വെച്ചാൽ പാലെടുക്കാം, റോസ് വാട്ടർ വേണമെങ്കിൽ എടുക്കാം. പിന്നെ തേൻ ഇല്ലാത്തവർക്ക് തേന് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബാക്കി 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഫേസ് പാക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിനി ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഞാൻ മിക്സ് ചെയ്തൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ബ്രഷിൽ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. വെള്ളം പോലെ എടുക്കരുതേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീമൊക്കെ ചെയ്തിട്ട് ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടി റിസൾട്ട് കിട്ടേ. പിന്നെ ഒരു പ്രത്യേക കാര്യം, നമ്മൾ ഈ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വൈകുന്നേര ടൈമിലൊക്കെ അപ്ലൈ ചെയ്യാണ് കുറച്ചുകൂടി എഫക്റ്റീവ് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ എൻ്റെ ഫേസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ നെക്കിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കട്ടിയിൽ തന്നെ ഇടാൻ നോക്കുക. ഞാനിപ്പോൾ എടുത്ത അളവ് എനിക്ക് എൻ്റെ ഫേസിലേക്ക് കറക്റ്റ് ആണ് കേട്ടോ. ഒരാൾക്ക് യൂസ് ചെയ്യാൻ ഇത്രയും മതി. നിങ്ങൾ വേറെ കുറച്ച് പേര് കൂടി ഉണ്ട്, 2 പേർക്കൊക്കെയാണ് വെച്ചാൽ ഇതിൻ്റെ ഡബിൾ എടുക്കുക. അപ്പത്തേക്ക് കറക്റ്റ് ആയിരിക്കുവേ. നമുക്കിനി ഒരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് വാഷ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം അതാണ്ട് ഒരു 20 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഫേസ് പാക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങുക പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് അധികം ഉണങ്ങിയിട്ടില്ല, എന്നാലും ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത്രയും മതി. ഒരുപാട് ഉണങ്ങി പൊടിഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്കൊന്നും എത്തേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഡ്രൈ ആയി നിൽക്കുകയല്ലേ, അപ്പം നമ്മൾ ഇങ്ങനെ ഇട്ട് വൈപ്പ് ചെയ്യരുത്. അപ്പം ഞാൻ കുറച്ചൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തൊട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മസാജ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അങ്ങനെ വൈപ്പ് ചെയ്യാണ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് അത് ഇപ്പം എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട്.
ഫേസ് ഒക്കെ ഒന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ ഫേസിലുള്ള മാറ്റം എത്രത്തോളം ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന്. ഫേസിന് നല്ല രീതിയിൽ ബ്രൈറ്റ്നെസ്സും ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്ന് അറിയില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് നേരിട്ട് കാണാനാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും എന്നെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റും, അത്രയ്ക്ക് ബ്രൈറ്റ്നെസ് ആണ്. അടിപൊളി ഒരു പാക്കാണ്. ഒരു 12 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുവേ. കുട്ടികൾക്കൊക്കെ ഒരു വീക്ക്ലി വൺസും ഈ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഡെയിലി വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുവേ. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി സ്ക്രബ് ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ ഇത്രയും ബ്രൈറ്റ്നെസ് കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ടോൺ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും കിടിലൻ ഒരു പാക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ ശരി എന്നാ പിന്നെ.